കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുര നവീകരണത്തിന്റെ ഭാഗമായി ഉത്തരം വയ്പ് ചടങ്ങ് നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉത്തരം വയ്പ് ചടങ്ങ് നിർവഹിച്ചു. ഒന്നാം ഘട്ടമായി 4 ഗോപുരങ്ങളുടെയും ശ്രീകോവിലിന്റെയും നവീകരണത്തിന് ശേഷമാണ് ബലിക്കൽപുരയുടെ നവഖണ്ഡങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി തീരുമാനിച്ചത്. എന്നാൽ പണി തുടങ്ങാൻ നോക്കിയപ്പോൾ ബലിക്കൽപുരയുടെ ഉള്ളിലേക്ക് പൂർണ്ണമായും ജീർണാവസ്ഥയിൽ കാണുകയും ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടെ ബലിക്കൽപുര പൂർണ്ണമായും നവീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം 1 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് A. അജികുമാർ, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ PK ലീന, ഉപദേശക സമിതി മുഖ്യ രക്ഷാധികാരി ഡോക്ടർ വിനോദ് വിശ്വനാഥൻ, ഫെസ്റ്റിവൽ കോർഡിനേറ്റർ TC രാമാനുജം, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് TC ഗണേഷ് ബാബു, ഉപദേശക സമിതി സെക്രട്ടറി അജയ് T തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം എന്ന നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ബലിക്കൽപുരയുടെ നവീകരണം നവഖണ്ഡ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്, നവീകരണ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അത് അടിച്ചു മാറ്റിയപ്പോൾ ബലിക്കൽപുരയുടെ മുഴുവനായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളാണ്. വിശ്വാസികളുടെ മനസ്സിൻ്റെ നന്മയും വിശ്വാസികളുടെ മനസ്സിൻ്റെ വലിപ്പവുമാണ് ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകുവാൻ പ്രചോദനവും ഊർജവും നൽകുന്നത്. അതിന് ഉതകുന്ന തരത്തിലുള്ള വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളെക്കുറിച്ചും അവരുടെ നന്മയെക്കുറിച്ചും അവരുടെ നിറഞ്ഞ മനസ്സിനെക്കുറിച്ചും അഭിമാനത്തോടു കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓർക്കുകയാണ്. I4U News, ഏറ്റുമാനൂർ.